ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചില പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അപ്പോൾ ഞാൻ ചെറുതായിട്ട് നാടകത്തിലും പാട്ട്, ഡാൻസ് അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം ഈ നാടകത്തിൽ ഒരു ചെറിയൊരു നാടകം ഞങ്ങൾ ക്ലാസ്സിലുള്ള പിള്ളേരെല്ലാം കൂടെ പ്ലാൻ ചെയ്ത ചെറിയൊരു നാടകം ഞങ്ങൾ സംഘടിപ്പിച്ചു. അപ്പം ഈ നാടകത്തിലൊരു ലോട്ടറി വിൽപ്പനക്കാരൻ്റെ വേഷമാണ് എനിക്ക്. അപ്പം ഒരു 2008 ആ സമയത്ത്. അപ്പം അന്നൊക്കെ ഒരു ലോട്ടറി ഉണ്ടായെന്ന് വെച്ചാൽ ബൂട്ട് ആൻഡ് ഡാറ്റ എന്നൊക്കെ പറയുന്ന ലോട്ടറി അന്നൊക്കെ ഉണ്ട്. ഇപ്പം അതൊന്നും ഇല്ലല്ലോ. അപ്പം ഞങ്ങളിങ്ങനെ ഇതായ സമയത്ത് ഞാനിങ്ങനെ ബൂട്ട് ആൻഡ് ഡാറ്റ നാളെയാണ് അതാണ് എൻ്റെ ഡയലോഗ്. എനിക്ക് അവിടെ അധികം ഡയലോഗൊന്നുമില്ല. അപ്പം എൻ്റെ ഒരു ഭയങ്കര അടുത്തൊരു കൂട്ടുകാരി, അവൾ ഒരു മീൻ വിൽക്കുന്നൊരു സ്ത്രീയായിട്ട് അവൾ അഭിനയിക്കുന്നത്. അപ്പം നമ്മൾ ഈ നാടകത്തിലെ നായകനെ എല്ലാവരും കൂടി ഇടിച്ച് വീഴ്ത്തുമ്പോഴത്തേനും ഈ ഒരു മീൻ വിൽപ്പനക്കാരിക്ക് അപ്പോൾ ഒറ്റ ഡയലോഗേ ഉള്ളൂ, ആ മാന്യന്. ഈ ഒരു ഡയലോഗ് മാത്രമേ ഉള്ളൂ, ആ മാന്യന്. അപ്പം ഭയങ്കര ഇടി നടക്കുന്നു, ഇടിച്ച് വീഴ്ത്തുന്നു. അപ്പം ഈ മീൻ വിൽപ്പനക്കാരി അടുത്ത ഡയലോഗ് പറയണം, ആ മാന്യനെ എന്നുള്ള ഡയലോഗ് മീൻ വിൽപ്പനക്കാരി പറയണം. അപ്പം മീൻ വിൽപ്പനക്കാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളൊന്നും മിണ്ടുന്നില്ല. ഇവളിങ്ങനെ ഒരു കൊട്ടയായിട്ട് ഇങ്ങനെ നിൽക്കുക. ഇവളിങ്ങനെ നാടകം കാണാൻ നിൽക്കുന്നവരെ പോലെ ഇവൾ നിൽക്കുക. ഇവൾ ഡയലോഗ് പറയുന്നില്ല. കൂവലെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലത്തെ കൂവൽ, നമ്മുടെ CMS സ്കൂളിൻ്റെ ഓഡിറ്റോറിയം അതുപോലൊരു കൂവൽ എൻ്റെ ജന്മത്തിൽ കേട്ടിട്ടില്ല. അപ്പം ഞാനിവളെ ചിരണ്ടെന്ന് ഇവൾ പറയാം, ഡയലോഗ് പറ. ഇവളെന്നെ നോക്കിയിട്ട് ഇവൾ ആ ലോകത്തെ അല്ല, ഇവൾ നാടകം കാണുക. അവസാനം ഒരു വിധത്തിൽ ഇവൾ ഡയലോഗ് പറഞ്ഞു, ആ മാന്യനെ. എൻ്റെ അമ്മേ, ഇപ്പോഴും ഓർക്കുമ്പോഴത്തേനും അതൊക്കെ ഓർക്കുമ്പോൾ ചിരി വരും. എന്ത് ധൈര്യത്തിലായിരുന്നു അതൊക്കെ ചെയ്തത്.